ഇവിടെയാണോ പറയണേ? ഓക്കെ, പുതിയതായിട്ട് ജോയിൻ ചെയ്ത കുറച്ച് പേരുണ്ട്. അഭിഷേക് ഒന്നും മുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, പിന്നെ അഭിജിത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഐ എം ആനന്ദ് ഫ്രോം S7CSE. ഇതിൽ അഭിജിത്തും അറിയില്ല, അല്ല അഭിഷേക്, ഐശ്വര്യ അവർക്ക് ന്യൂലി ജോയിൻ തോന്നുന്നുണ്ട്. So the main coordinators of this program are me and Abhijit. We both are from S7CSC from this college. So നിങ്ങളുടെ ആദ്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ നിങ്ങളുടെ പ്രൊജക്ട്സ് ഒരു ബ്രീഫായിട്ട് സമ്മറി തരാം. പിന്നെ നിങ്ങളുടെ റോള് പറഞ്ഞു തന്നാൽ മതി. പിന്നെ എല്ലാവരും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ടെക്സ്റ്റ് വഴി ഡൗട്ട്സ് ഒന്നും ചോദിക്കേണ്ടി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്റർ മീഡിയമാ തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ മലയാളം അത്ര നല്ലതല്ല. ഞാൻ ഇവിടെയല്ല ഗ്രോ അപ്പ് ചെയ്തപ്പോൾ മലയാളത്തിന് സോറി. നിങ്ങൾ ഇഷ്ടമുള്ള ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. പക്ഷേ ഫ്യൂച്ചറിൽ ഇംഗ്ലീഷ് ആയാൽ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അഭിജിത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? മലയാളത്തിലാണോ പറഞ്ഞേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ചാലക്കുടി, തൃശ്ശൂർ എന്നാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം GSOC പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി. പൈത്തൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ അണ്ടറിൽ ഒരു ഓർഗനൈസേഷനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഓപ്പൺ ഹാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് കൾച്ചർ, അതായത് ഓപ്പൺ സോഴ്സ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ സോഴ്സ് കൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോഡിങ് സ്കില്ല് ഡെവലപ്പ് ആവും. അപ്പോൾ നമ്മളൊരു ട്യൂട്ടോറിയൽ കണ്ടിട്ട് കോഡിങ് പഠിക്കുന്ന പോലെ അല്ല റിയൽ വേൾഡിൽ പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഓപ്പൺ സോഴ്സ് ഡെവലപ്മെന്റിനോട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെയാണ് നമ്മൾ ഓപ്പൺ ഹാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കുറേ പ്രൊജക്ട് ഐഡിയാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രതീക്ഷിക്കുന്നുണ്ടോ പുതിയ ഐഡിയാസ് ആനന്ദ്? കുറച്ച് പേര് അല്ല, ഐശ്വര്യ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽഗോവിസില് അതല്ലാതെ ഒരു പ്രൈമറി പ്രൊജക്ട് വേറെ കാണാമെന്നൊക്കെ. സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, പുതിയ പ്രൊജക്ട്സ് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ എല്ലാവരും? അഭിഷേക് പി. ഹലോ, ഹായ്. ഞാൻ S3CSEയിലാണ്. ഞാനിപ്പോ ഇന്റർപ്രറ്ററിലാണ് ജോയിൻ ചെയ്തേക്കണേ. പിന്നെ അത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കുകയാണ്. അതെനിക്കിപ്പോ റോളൊന്നും ഞാൻ ചൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പൊ വലിയ ബേസിസിൽ എനിക്ക് അപ്പൊ പിന്നെ ഇത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതില് കയറുകയാണ്. ഹലോ, പിന്നെ നിങ്ങളുടെ ടെക്നോളജി ഇൻട്രസ്റ്റ് എന്തെങ്കിലും, എങ്ങനത്തെ പ്രൊജക്ട്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹം, GSOC പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ വെച്ചാൽ ഞാനിപ്പോ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തതാ. ഞാൻ ഇതുവരെ ഒന്നും ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ പാസ്റ്റിലെ പ്രൊജക്ട്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം, നിങ്ങളുടെ ഒരു സമ്മറി പോലെ. ജഡ്ജ് ചെയ്യാനല്ല, നിങ്ങളെ പറ്റി അറിയാൻ. പ്രൊജക്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. S3CSE, ഓക്കെ. ഇത് ഈസി ആണോ? ഈസി അല്ലേ? ഇലക്ട്രോണിക്സ് അല്ലേ? അല്ല, കമ്പ്യൂട്ടർ സയൻസാ. ഓക്കെ. ഇനി ഐശ്വര്യ. ഹലോ, ഹായ്, ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ ഐശ്വര്യ, S3CSE ആണ്. ഞാനിപ്പോ കറന്റ് അൽഗോരിസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പ്രൈമറി പ്രൊജക്ട് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ സെലക്ട് ചെയ്തിട്ട് പറയാനുണ്ട്. ഫസ്റ്റ് ടൈം ആണ് പ്രൊജക്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അതേ ഓർഡറിൽ നോക്കിയിട്ട് നിങ്ങൾ
ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഉണ്ടല്ലോ ലിസ്റ്റിൽ. അടുത്ത ആൽവിൻ. ഹായ്, എൻ്റെ പേര് ആൽവിൻ. ഞാൻ SPCC തന്നെയാണ്. ഞാൻ +2 C++ന്റെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, അതിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് C++ഉം സിയും ജാവയും, C++ അത്യാവശ്യം അറിയാം, ജാവ ബേസിക്സ്, സിയും അത്യാവശ്യം അറിയാം. പിന്നെ ഞാൻ ജാവാസ്ക്രിപ്റ്റ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലൈഫ് ട്രീ പ്രോജക്റ്റിന് വേണ്ടി. താങ്ക് യു. അനശ്വര. ഞാനാണല്ലേ, ഒരു മിനിറ്റ്. എന്താ? ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ അതില്ല വിചാരിച്ചു. ഞാൻ ലിസ്റ്റിൽ ഞാൻ ഓക്കെ. എൻ്റെ പേര് അനശ്വര, ഞാൻ S7CS. ഓക്കെ, ഞാനിപ്പോൾ ഇതില് 3 പ്രൊജക്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ലൈഫ് ട്രീ, ആൽഗോരിതം, ഫോസ്പ്ലോഗ്. അപ്പൊ ഇതില് ലൈഫ് ട്രീയില് ഇപ്പൊ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ട് അല്ലെ, അതിലൊരു റോളും തീരുമാനിച്ചിട്ടില്ല. ഫോസ്പ്ലോഗിന്റെ ഇതെന്താന്ന് വെച്ചാല് ഗാറ്റ്സ്ബിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മിക്കതും ആ ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതാണ്. ഈ കണ്ടന്റ് റീഡിങ് ആ കാര്യങ്ങളിലൊക്കെ. ഡിസൈനിന്റെ കാര്യങ്ങൾ സലീക്ക ഒക്കെ, പിന്നെ ബാക്കിയുള്ള റൂൾസ്. പിന്നെ ആൽഗോയിസിൽ ഇപ്പൊ ഇന്നലെ ഒരു ഡിസ്കഷൻ നടന്നു. അതില് ഇപ്പൊ തീരുമാനമായിരിക്കുന്നത് സംഭവം വ്യൂവിലാണ് ചെയ്യണേ. എന്ന് വെച്ചാൽ പിള്ളേർക്ക് മനസ്സിലാവുന്ന എളുപ്പത്തിന് റിയാക്ടിന് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റിയാക്ട് ടഫ് എന്നുള്ളതിൽ വ്യൂ സെലക്ട് ചെയ്ത്, എന്നിട്ട് ഇപ്പോ തീരുമാനിച്ചേക്കണ സ്റ്റാർട്ടിങ് ബോയിലർ പ്ലേറ്റ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്യും, അല്ല സ്റ്റാർട്ടിങ്, എന്നിട്ടൊരു എക്സാമ്പിൾ ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളവർ അവരുടെ ആൽഗോരിതംസ് അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് ചെയ്യുക, അങ്ങനെയുള്ള ഒരു പ്ലാനാണ്. അപ്പൊ അതിൽ റോൾ എന്ന് പറയാനായിട്ട് ഇല്ല, എല്ലാവർക്കും സെയിം സാധനങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു ആൽഗോരിതം ഉണ്ടെങ്കിൽ അതിന്റെ ഇംപ്ലിമെന്റേഷനും അതിന്റെ ഗ്രാഫിക്കലായിട്ടുള്ള ആ സംഭവങ്ങൾ ഫുൾ, ആ ക്യാൻവാസ് റണ്ടർ ചെയ്യുന്ന കാര്യങ്ങൾ ഫുള്ള് ചെയ്യേണ്ടി വരും അവര്. അപ്പോൾ അവർക്ക് അത്യാവശ്യം എല്ലാത്തിനും റോൾ ഉണ്ടാവും. അപ്പോൾ ഈ 3 പ്രശ്നത്തിന് ലൈഫ് ട്രീ. നിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന് സമ്മറി ആയിട്ട് വേഗം എല്ലാതും അറിയാൻ വേണ്ടിയിട്ട്. പാസ്റ്റ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുറച്ച് ഹാക്കത്തോൺസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇൻവെന്റോ, പിന്നെ കമ്പൈൽ പറഞ്ഞു. കമ്പൈലില് ഇന്റേണായിട്ട് വർക്ക് ചെയ്യണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡെവലപ്പർ അങ്ങനെ. ഈ കഴിഞ്ഞ സമ്മർ ഇന്റേൺഷിപ്പ് ആയിട്ട് ഒക്കെ അതിന്. എന്താ അവിടെ ചെയ്തത്? ഓക്കെ, അവിടെ എന്ന് വെച്ചാല് ഓക്കെ ഒരു 3 പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു. ഓക്കെ, 3 പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു. അതിൽ 2 പ്രൊജക്ട്സ് ചേർത്തായിരുന്നു, ഇങ്ങനെ SEO ബേസ്ഡ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള. മെയിൻ പ്രൊജക്ട് എന്ന് വെച്ചാല് ഒരു ക്വറി ടൂളാണ്, ഒരു ചെറിയൊരു സിസ്റ്റം പോലെ. എന്ന് വെച്ചാൽ സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല, സംഭവം വെബ് ആപ്പ് തന്നെയാണ്. അതിന്റെ ബാക്കിന് കുറച്ച് കാര്യം നടക്കുന്നതിനോട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഹെൽത്ത് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട്. കമ്പൈലിംഗ് സെർച്ച് ചെയ്താൽ ഓക്കെ, അവരുടെ ഈ കുറെ ഹെൽത്ത് ഡാറ്റ ഉണ്ട് അവർക്ക്, എന്നിട്ട് അതിന്റെ കുറെ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇതില് ഒരു സെറ്റ് ഓഫ് ഡാറ്റ എടുത്തിട്ട് അതിനെ ക്വറി ചെയ്യാന്നുള്ളതാണ്. അത്ര അത് പറയുമ്പോൾ സിമ്പിളായിട്ട്, പക്ഷെ ബാക്കിന് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുറെ സോഴ്സിൽ നിന്ന് എടുത്ത് ജോയിൻ ചെയ്ത് ഡാറ്റാബേസിൽ പോപ്പുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് ക്വറി ചെയ്യുക, അങ്ങനെ ജസ്റ്റ് അതന്നെ. ഓക്കെ, അടുത്ത. പിന്നെ അനശ്വര അല്ല, ഇൻവെന്റോ സൈറ്റുകളിൽ വർക്ക് ചെയ്തതിന്റെ കുറെ ഹാക്കത്തോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ML കുറച്ചു കാലം ഇൻസ്ട്രക്ടർ ആയിരുന്നു ജൂനിയേഴ്സിന് വേണ്ടിയിട്ട്, S2 തോന്നുന്നുണ്ട്. പിന്നെ അഭിജിത്തും അനശ്വരും കൂടിയിട്ട മഷീൻ ലേണിംഗ് ക്ലാസ് എടുത്ത് S2. പിന്നെ അഭിജിത്തിന് വേറെ ഇൻട്രസ്റ്റ് ഡാറ്റ സയൻസും മെഷീൻ ലേണിംഗ് എന്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അഭിജിത്ത് ഒന്ന് പറയാമോ പാസ്റ്റ്? ഡാറ്റ സയൻസും മെഷീൻ ലേണിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ തൽക്കാലില്ല. ഇപ്പൊ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ തന്നെയാണ് പാസ്റ്റിലുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ
അല്ല അൻസുര, ഒരു ഡൗട്ട്. ഈ കമ്പനിയിൽ ഏതൊക്കെ ലാംഗ്വേജസ് യൂസ് ചെയ്ത് നിങ്ങള്? കമ്പൈലിൽ മെയിൻ ആയിട്ട് അവർ പൈത്തൺ ആണ്, ഫുൾ എല്ലാം പൈത്തൺ. അവർക്ക് എന്തോ ഈ ഓപ്പൺ സോഴ്സിന്റെ അങ്ങനെയല്ല, അത് ബേസിക്കലി അവരുടെ കമ്പനി ഫുൾ ഓപ്പൺ സോഴ്സിന് ഭയങ്കര ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട്. ഉണ്ടായിരുന്നില്ലേ? അത് ഫ്രണ്ട് എൻഡ് ചെയ്യാനായിട്ട് ജയസ് വേണ്ടി വന്നത്. ലിബർട്ടിയിൽ അങ്ങനെയായിരുന്നു. ഫ്രണ്ട് എൻഡിൽ കുറെ JS, ബാക്ക് എൻഡ് പൈത്തൺ സെയിം. അല്ല, ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ട് സോഫ്റ്റ്വെയർ ഫോക്കസ് ഫുൾ പൈത്തൺ ആണ്. എല്ലാ ഒരു ഈ ഇന്റർഫേസ് തന്നെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജാസ്പ്രിറ്റ്. ഓക്കെ. അതുൽ ജോഷി. ഹലോ, ഞാൻ അതുൽ, S3 CSC ആണ്. ഞാനിപ്പോൾ ഇൻ്റർപ്രറ്ററിൻ്റെ പ്രൊജക്റ്റിലാണ് ചേർന്നിരിക്കുന്നത്. പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഹോബീസും ഇൻട്രസ്റ്റും വല്ല പാസ്റ്റ് പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഷോ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വെബ്സൈറ്റ് ചെയ്യാൻ നോക്കിണ്ടായി, അത് കംപ്ലീറ്റ് ആയില്ല. വീലാൻ്റെ ഒരു ഇത്. പിന്നെ IEEE അതാണോ പ്രോഗ്രാം? അല്ല, ഓക്കെ. വുമൺ ഇൻ എഞ്ചിനീയറിംഗ് അവർ നടത്തണം. പിന്നെ ഇൻ്റർപ്രറ്ററിൽ പൈത്തൺ കുറച്ചും കൂടി നന്നായി പഠിക്കാനും പിന്നെ ഇൻ്റർപ്രറ്ററിനെ പറ്റി അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആനന്ദേട്ടൻ്റെ ഇമെയിൽസ് കണ്ട് ാണ് ഇതിൽ വന്ന് ചേർന്നത്. ഈ ഓപ്പൺ സോഴ്സിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. അത്രയൊക്കെയുള്ളൂ. താങ്ക് യു. പിന്നെ അടുത്ത അതുൽ MB. ഹലോ, ഞാൻ അതുൽ MB, S7 EC ആണ്. എക്സ്പീരിയൻസ് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പൊ വെബ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, മെയിൻ സ്റ്റാക്കിനെ ബേസ് ചെയ്തിട്ട്. ഈ ലോക്ക്ഡൌണിന് ശേഷമാണ് മെയിൻ ആയിട്ട് വെബ് ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് പഠിക്കാനൊക്കെ വരുന്നത്. ഇപ്പോ ചെറിയൊരു രീതിയിൽ വെബ് ഡെവലപ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ആംഗുലാർ, റിയാക്ട് അങ്ങനത്തെ ഫ്രെയിംവർക്കും അങ്ങനെ ചെറിയൊരു രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അല്ല, വേറെ കാര്യമായിട്ടൊന്നുമില്ല. സംസാരിക്കണ്ടോ? അത് കട്ടാവുണ്ടോ ഇടയ്ക്ക്? ഇവിടെ റേഞ്ച് കുറവാണ്. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു. ആയിഷ. ഹലോ, കേക്കുണ്ടോ? കേക്കണ്ട്. വല്ല നോയ്സ് ഉണ്ടോ? ക്ലിയർ ആണ്. എന്ത് മൈക്രോഫോൺ യൂസ് ചെയ്യണത്? ഞാനാ സാധാ ഇയർഫോൺ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ S5 ITയിൽ പഠിക്കുന്നു. ഞാൻ ഐഷ, S5 ITയിൽ പഠിക്കുന്നു. എനിക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ സാമറിൻ ഫോംസിൽ ഹലോ കേക്കണ്ട്. ഞാൻ സാമറിൻ ഫോംസിൽ ആപ്പ് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാസ് ഔട്ട് സീനിയർ അശ്വിൻ ചേട്ടനാണ് എൻ്റെ മെന്റർ. പിന്നെ IEEE കേരള സെക്ഷൻ വീന്റെ ഒരു ന്യൂസ് ലെറ്ററിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വെബ് ഡെവലപ്മെന്റ് ചെറുതായിട്ട് പഠിച്ചു വരുന്നു. വെബ് ഡിസൈനിങ് എത്തിയിട്ടുള്ളൂ, ഡെവലപ്മെന്റിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാന് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് വൺ ടൈം വീഡിയോ അതിലുണ്ട്, ആ പ്രൊജക്റ്റിലുണ്ട്. പിന്നെ ഇമേജ് ടെക്നോഗ്രഫിയിലും ഉണ്ട്. പിന്നെ ഇമേജ് ടെക്കിൽ എന്റെ റോൾ എന്താ വെച്ചാ വെബ് ഡിസൈൻ. ഇത്രേ ഉള്ളൂ. അതില് എങ്ങനെയാ വെബ് ഡിസൈൻ വരുന്നേ? ഫ്രണ്ടില് വെറുതെ സ്റ്റൈൽ ചെയ്യാൻ ഫ്രണ്ട് ഉണ്ട്. ഓക്കെ. ബ്രെഡ് ജീനി.
ഹലോ, എൻ്റെ പേര് സുഹേൽ എന്നാണ്. ഞാൻ S5 IT എന്നാണ്. ഞാൻ ഇമേജ് ടെക്നോഗ്രാഫിയുടെ മെയിൻറ്റെയിനറാണ്. ഇപ്പോൾ ഇമേജ് ടെക്നോഗ്രാഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെന്താ പറയുക, ഒരു സീക്രട്ട് മെസ്സേജ് ഒരു ഇമേജിൽ ഹൈഡ് ചെയ്യുക, അത് ഇമേജിൽ എൻകോഡ് ചെയ്യുക. അതേപോലെ ഒരു ഇമേജ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇമേജ് എൻകോഡ് ചെയ്തിട്ടുള്ള ഇമേജ് കൊടുക്കുമ്പോൾ അത് ഡീകോഡ് ചെയ്തിട്ട് ആ മെസ്സേജ് റിട്രീവ് ചെയ്യുക. അങ്ങനത്തെ ഒരു സിമ്പിൾ പ്രൊജക്റ്റാണ് ഞങ്ങളുടെ. അപ്പോൾ അതിൽ ഏകദേശം അൽഗോരിതം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നേരത്തെ ഐഷ പറഞ്ഞ പോലെ അതിൻ്റെ UI സംഭവങ്ങളൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ മാത്രമാണ് ഇനി പണിയുള്ളൂ. പിന്നെ കുറച്ച് ഫീച്ചേഴ്സും ആഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അതുകൊണ്ട് അതാണ് എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ളത്. ലൈബ്രറി യൂസ് ചെയ്യില്ലേ അൽഗോരിതം എല്ലാം ഓൺ കോഡാ? അതെ അതെ, അത് ഞാൻ ഫസ്റ്റ് ബാക്ക് എൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യം നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ കുറേ അങ്ങനെ ഓരോ ആൾക്കാർ ഗിറ്റബിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള കോഡ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രണ്ട് എൻഡിൽ തന്നെ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടായിരുന്നു. ക്യാൻവാസിലുള്ള എന്താ പറയുക ഇമേജ് എടുത്തിട്ട് അതിൽ ഈ അൽഗോരിതം അപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ പറയുക ബാക്ക് എൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ പ്രൈവസിയും ഇതിലാണ് നല്ലത്. നൈസ്. ഓക്കെ. പിന്നെ പാസ്റ്റ് പ്രൊജക്ട്സ് എന്തെങ്കിലും നമ്മൾക്കറിയാം? പ്രൊജക്റ്റ് എന്ന് പറയാൻ ഒരു 2 ടെലഗ്രാം ബോട്ട് ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. അത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു. ജിത്തിക. ഹലോ ഹലോ ഹലോ, ഞാൻ മാത്രല്ല ബാക്കി ആരെങ്കിലും ഹലോ പറയൂ? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേട്ടു. അല്ലേ, ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോ ഞാൻ ജിത്തിക സാഗറാണ്. ഞാൻ 4th ഇയർ IT ആണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ വലിയ ഓപ്പൺ സോഴ്സിൽ അത്ര വലിയ ഒന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ച് ഹാക്ടോബർ ഫെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ML പ്രോജക്ട്സ് കുറച്ച് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഗിറ്റ്ഹബിൽ ഇട്ടിട്ടുണ്ട്. MLന്റെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് ഈ സമ്മർ വെക്കേഷനിൽ. പിന്നെ ഞാൻ ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ അറിയാനും, ഒന്ന് ക്യൂരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് കുറച്ചൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെന്താ, പിന്നെ എനിക്ക് K-pop ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ശരി, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് കണ്ടന്റ് റൈറ്റിംഗ് നല്ല ഇഷ്ടമാണ്. ഓരോരോ നല്ല നല്ല ലൈക്ക് വേർഡ്സ് ആൻഡ് തോട്ട്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് റൈറ്റ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. IEEE കണ്ടന്റ് റൈറ്ററായിട്ട് ചെയ്യുന്നുണ്ട്, വോളണ്ടിയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു. റിസാൽ. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് റിസാൽ. ഞാൻ S3 CSE പഠിക്കണം. ഞാൻ ഇന്റർപ്രറ്ററാണ് ചൂസ് ചെയ്തേക്കണേ. അതിൽ പൈത്തൺ എനിക്ക് അത്ര നന്നായിട്ട് അറിയില്ല, അതുകൊണ്ട് തന്നെ അധികം നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്രീവിയസ് പ്രൊജക്റ്റ് ഒന്നും ഇതുവരെ പ്രൊജക്റ്റുകളൊന്നും ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ. അഭിജിത്ത് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതല്ല, സ്റ്റാർട്ടിങ് പ്രൊജക്ട്സ് ആയിട്ട് ഇന്റർപ്രറ്റർ നല്ലതാണോ? എനിക്കറിയില്ല, അതുണ്ടോ? ഹലോ, എന്താണ്?
ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് പ്രൊജക്ട് ഇന്റർപ്രറ്റർ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് നല്ല ചോയ്സ് ആണോ? ഇന്റർപ്രറ്റർ ഒന്നാമത് തിയറി ഉണ്ട്. അത് ഞാൻ പറയില്ലേ, ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണത് നമ്മൾ. അപ്പോൾ ബുക്ക് ബേസ് ചെയ്ത ആയത് കാരണം അത് വായിച്ച പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഓൾറെഡി ജാവയിൽ ഇത് എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ പൈത്തണിക്ക് പോർട്ട് ചെയ്യാണ്. പിന്നെ കുറച്ചും കൂടി എൻഹാൻസ്മെന്റ് കൂടി നമ്മൾ വരുത്തും. അപ്പോൾ പൈത്തൺ ബേസിക് അറിഞ്ഞിരുന്നാൽ മതി. ആക്ച്വലി പൈത്തൺ ഫുള്ളൊന്നും നമ്മൾ പഠിച്ച് തീരില്ല. ജസ്റ്റ് ബേസിക് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി നമ്മളൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. സ്റ്റാക്ക് ഓവർഫ്ലോ ഒന്നും അവിടെ നിന്ന് വിടുന്നത്, അല്ലാണ്ട് നമുക്ക് ഫുള്ള് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ബേസിക്സ് വെച്ചിട്ട് നോക്കാം. പിന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ ഏത് ലാംഗ്വേജിലാണെങ്കിലും നമുക്ക് മനസ്സിലാവും. ലാംഗ്വേജിന്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. വലിയ ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനൊരു ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ലെക്സിക് അനലൈസർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിക്കുക, ഗ്രൂപ്പിൽ ചോദിക്കുക. പിന്നെ ഇത് ബിഗിനിങ് സ്റ്റേജ് ആയത് കാരണമാണ് ഇഷ്യൂസ് കുറവ്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് കുറച്ചും കൂടി വന്നോളൂ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കൂടുതൽ വരും. ഓക്കെ ഓക്കെ. അപ്പോൾ നിന്റെ പ്രൊജക്റ്റിൽ നീ ഇഷ്യൂസ് ഇങ്ങനെ ഒറ്റയ്ക്ക് ലേബൽ ചെയ്ത് ഉണ്ടാക്കിയില്ലേ, അതുപോലെ എല്ലാം പ്രൊജക്റ്റിൽ ചെയ്യണോ? പ്രൊജക്റ്റില് അങ്ങനെ ഇടാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യുന്നത്? ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റിലല്ലേ ഇങ്ങനെ പുതിയ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക? ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും വർക്ക് സൈൻ ചെയ്ത് കൊടുക്കല്ലേ, അതോ എങ്ങനെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാം? ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് തോന്നണേ. ഒരു പ്രൊജക്റ്റിൽ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ലേ? എല്ലാവർക്കും ഓരോ ഇഷ്യൂ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് പ്രോഗ്രസ് അവിടെ കാണുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. ഇപ്പോ ഇന്റർപ്രറ്ററിന്റെ കേസിൽ അത് ബുദ്ധിമുട്ടായിരിക്കും ആ കാര്യം. പക്ഷെ അത് പറയാൻ പറ്റില്ല നമുക്ക് നേരത്തെ. ഇത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് കൂടുതൽ അറിയുക. കാരണം ഓരോ ഫേസ് ആണ് ഇന്റർപ്രറ്ററിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ മെയിൻ ആയിട്ട് ഒരാൾ ചെയ്യേണ്ടി വരും ഒരാള്. അപ്പോ അതിന് സബായിട്ട് പിന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അത് നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇഷ്യൂ അപ്പൊ അതിനെ അസൈൻ ചെയ്ത് കൊടുത്താൽ. അത് ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഡെഡ് ലൈൻസ് ഇല്ല. അതിന് ആർക്ക് താല്പര്യം എന്ന് വെച്ചാൽ അവർ ചെയ്യുക. ഇതിപ്പോ അസൈൻമെന്റ് പോലത്തെ അപ്പൊ ഞാനിപ്പോ മെയിൻറ്റെനൻസ് അപ്പൊ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിടാം. അതായത് അടുത്ത ഫേസ് എന്താണ്, ഇപ്പൊ എന്തൊക്കെ ഇതിൽ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിടാം. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ അത് നോക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാണെങ്കിൽ പറയാം. പിന്നെ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക, അവിടെ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് തരുമോ എന്ന് ചോദിക്കുക. മനസ്സിലായില്ലെങ്കിൽ അപ്പൊ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവര് തന്നെ പോയി അസൈൻ ചെയ്ത് തന്നെ. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓപ്പൺ സോഴ്സിൽ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. ഒരു ഇഷ്യൂസ് കാണും, നമ്മൾ റിസോൾവ് ചെയ്ത് പോകും. പക്ഷെ ഇതൊരു സ്റ്റാർട്ടിംഗ് പ്രൊജക്റ്റ് ആയ അതാണ് ഇഷ്യൂ. സ്റ്റാർട്ടിംഗ് പ്രൊജക്റ്റ് ആയ കാരണം നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്ത് പോകണം. മെയിൻറ്റെനൻസ് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇനീഷ്യലി കുറച്ച് ഡിസ്കഷൻ വേണം, അത് കഴിഞ്ഞിട്ട് എല്ലാം എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇമ്പോർട്ടന്റ് സാധനങ്ങളൊക്കെ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഓരോ ഫീച്ചേഴ്സ് വരുമ്പോ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കിയിട, ആരാന്ന് വെച്ചെടുത്തോട്ടെ. അങ്ങനെയോ? അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. ഓക്കെ. ഷിഫാന. ഹലോ, ഞാൻ ഷിഫാന, S3 CSC-യിലാണ്. പിന്നെ ഞാൻ സെൽഫ് ഡിസ്ട്രക്റ്റീവ് വൺ ടൈം പ്ലേ വീഡിയോ ഫോർമാറ്റിലാണ് പേര് കൊടുത്തുള്ളത്. ഇതിനു മുമ്പ് പ്രൊജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒന്ന് പരിചയം വരാൻ വേണ്ടി കൊടുത്താണ്. പരിചയം വരാൻ വേണ്ടി ഇത് C++ ചെയ്യണ എനിക്കും വലിയ ഐഡിയ ഇല്ല. കുറെ റിസർച്ച് ചെയ്യല്ല, എങ്ങനെയാ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ ട്രൈ ചെയ്യാൻ നോക്കുക. വേറെ വല്ല ഇതില് C++ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ വന്നോളൂ. C മാത്രമേ അറിയുള്ളൂ, അത് അതിന് കൊടുത്തു. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേറെ പഠിക്കാൻ പറ്റും. 2 മാസം ഉണ്ട്. പിന്നെ ലൈഫ് ലോങ്ങിൽ പഠിക്കാൻ കുറെ സമയമുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ ചൂസ് ചെയ്യോ. ഇൻട്രസ്റ്റ് ലാംഗ്വേജ് അല്ല അല്ല ഫീൽഡ്. മെഷീൻ ലേണിംഗ് ആണോ, അതോ OS ആണോ, സിസ്റ്റം സോഫ്റ്റ്വെയർ, അത് എംബെഡഡ് സിസ്റ്റംസ്, അങ്ങനെ വേറെ ടോപ്പിക്, അങ്ങനെ എന്താ ഇൻട്രസ്റ്റ് ആയിട്ട്?
അത് ആൽഗോന്റെ ഇഷ്ടായി, പക്ഷെ അതിന് ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം എന്ന് തോന്നി, അപ്പൊ പിന്നെ വേണ്ട വെച്ചു. അനശ്വര എന്തെങ്കിലും പറയുന്നു? പഠിക്കുന്നത് നല്ലതല്ലേ, പഠിച്ചു വെച്ചോ. അനശ്വര ആൽഗോസിന് എന്തെങ്കിലും ഒപ്പീനിയൻ പറഞ്ഞു? ഹലോ, ഞാൻ പറയട്ടെ. മോള് ഒരു കാര്യം ചെയ്യല, സോറി, എന്ന് വെച്ചാൽ ഫീൽഡ്സിനെ കുറിച്ച് കുറച്ച് വായിച്ചു നോക്ക്. എന്ന് വെച്ചാൽ എന്തൊക്കെ ഫീൽഡാണ് അവിടെ, എന്തൊക്കെ ലാംഗ്വേജ് പറഞ്ഞത് ജസ്റ്റ് വായിച്ചു നോക്ക്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ അല്ല ഡിസൈഡ് ചെയ്യാം, ലാംഗ്വേജ് അല്ല ഡിസൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ ആൽഗോസ് കമ്പാരിറ്റീവ്ലി എളുപ്പമാവുന്ന തോന്നണേ, എന്ന് വെച്ചാൽ ഈ സംഭവം വെച്ചിട്ട്. എന്താണ് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് വീഡിയോ ഫോർമാറ്റ് അല്ലേ, അല്ല അങ്ങനെ പറ്റും. അതെ, അപ്പൊ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ആൽഗോസ് ആണ് എളുപ്പം തോന്നുന്നുണ്ട്. ഐ മീൻ ലാംഗ്വേജ് വെച്ചിട്ടല്ല. എളുപ്പമല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നോക്കൂ, ലാംഗ്വേജ് നോക്കിയിട്ടല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ CCP സ്റ്റാർട്ടിങ് എളുപ്പം തോന്നുകയാണെങ്കിലും പിന്നെ കുറച്ചതായിട്ട് വരുമ്പോ ഇനി പേര് മാറ്റിക്കൂടെ അപ്പൊ? അല്ല, ജോയിൻ ചെയ്തോണ്ട് കുഴപ്പമില്ല. അല്ല, ചിലപ്പോ നിനക്ക് ഈ പ്രോജക്റ്റ് ഇഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നീ തന്നെ റിസർച്ച് ചെയ്ത് വായിച്ച് നോക്കാം ഈ രണ്ടും എങ്ങനെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നീ വേണമെങ്കിൽ പേര് മാറ്റാ, അല്ലെങ്കിൽ ഇത് തന്നെ എടുക്കാം. ഹലോ ഹലോ ആ, കേൾക്കാണ്ട് പറയൂ. ഹലോ, ഹലോ കേൾക്കാനില്ലേ? ആ, ഹലോ ഷിഫാന. അഭിജിത്ത് എക്സാമ്പിൾ എങ്ങനെ അവർക്ക് കൊടുക്കുക? അല്ല, ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടല്ല പ്രൊജക്ട്സ് ചൂസ് ചെയ്യണ്ടേ? ലിബർട്ടി എക്സാമ്പിൾ ഉദ്ദേശിക്കുമ്പോ ഷിഫാന പറഞ്ഞില്ലേ, സി അറിയണ്ട്, അല്ല കറന്റ്ലി സി അറിയാം. അപ്പോ ഇത് വീഡിയോ ഫോർമാറ്റ് എടുത്തു. അതിപ്പോ ഓപ്പൺ സോഴ്സിൽ നമ്മൾ റിയൽ ലൈഫ് ചെയ്യുമ്പോൾ നമ്മള് കുറെ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ലിബർട്ടി ആപ്പിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പൈത്തൺ മാത്രമേ അറിയണ്ടായുള്ളൂ. പക്ഷെ ഇഷ്യൂസ് സോൾവ് ചെയ്യണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് പഠിക്കേണ്ടി വന്നു, റിയാക്ട് നോക്കേണ്ടി വന്നു, അതൊക്കെ ആ ടൈമിൽ നോക്കേണ്ടി വന്നു. അപ്പൊ നമുക്ക് എപ്പോഴും എന്താ ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ അധികം നമ്മൾ ഒരു നേരത്തെ നോക്കുന്നത് വളരെ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. സ്റ്റാക്ക് ആയിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒന്നില് ജാങ്കോ ജെഎസ് അല്ലെങ്കിൽ അങ്ങനെ അല്ലേ? അപ്പോൾ ഷിഫാന ആൻഡ് അതേഴ്സ് പ്രൊജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ മാത്രം അത് എടുക്കുക. ലാംഗ്വേജ് എപ്പോൾ വേണമെങ്കിൽ പഠിക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എക്സാമ്പിൾ വേറെ ഉണ്ടെങ്കിൽ പറയാം. സ്നേഹ. ഹലോ, എന്റെ പേര് സ്നേഹ. ഞാൻ S3CSE ആണ്. അപ്പോ ഇതിലെടുത്തേക്കുന്ന അൽഗോരിതം വിഷ്വലൈസേഷൻ ആണ്. പിന്നെ പാസ്റ്റ് പ്രൊജക്ട് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. പിന്നെ വെബ് ഡെവലപ്മെന്റ് ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആൽഗോസ് എടുത്ത സ്റ്റുഡൻസ് എല്ലാവരും ആൽഗോ വിഷ്വലൈസേഷൻ ഇൻട്രസ്റ്റ് ഉള്ള കാരണമാണ് എടുത്തത്. സ്നേഹ പറഞ്ഞോളൂ. അപ്പൊ ഒരു നല്ല കാര്യം. വേറെ ഒരു പ്രൈമറി പ്രൊജക്ടിന് കൂടി എടുക്കാൻ അതിൽ വേറെ ലിസ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഐഡിയാസ്? തോന്നിയായിരുന്നു. ഇമേജ് ടെക്നോളജി അതെടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ അല്ല, അഭിജിത്ത് ഇതില് ഒരേ സാധനം 2 പ്രൊജക്റ്റ് ആയ കുഴപ്പമുണ്ടോ? 2 പേരും മെയിൻറ്റെയിനർ ആയിട്ട് ഗിറ്റബിലോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും, പക്ഷെ 2 മെയിൻറ്റെയിനേഴ്സിനും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ വേണമെങ്കിൽ സ്നേഹയ്ക്ക് ബാക്ക് എൻഡ് യൂസ് ചെയ്യാം, സുഹേൽ ബാക്ക് എൻഡ് ഇല്ലാതെ.
എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞ. രണ്ട് ഇമേജ് സ്റ്റെഗനോഗ്രാഫി ഉണ്ടായ കുഴപ്പമുണ്ടാവും. അത് സെയിം ഐഡിയ തന്നെ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ, സെയിം ഐഡിയ ആണെങ്കിൽ. അല്ല, സുഹേൽ അല്ല, ബാക്ക് എൻഡ് കുഴപ്പമില്ല. യൂസ് ചെയ്യുന്നില്ല. സ്നേഹയ്ക്ക് വേണമെങ്കിൽ വേറെ ഐഡിയ ഫ്ലാസ്ക് നമ്പൈ യൂസ് ചെയ്ത് ചെയ്യാൻ വേണമെങ്കിൽ. സുഹേൽ നമ്പൈ ഒന്ന് യൂസ് ചെയ്ത് ചെയ്യണേ, അല്ല, JS മാത്രം. ചെയ്യണോണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ സോഴ്സ് കൾച്ചർ, പിന്നെ ഇതിൽ ആരും പ്രൊജക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ചെയ്യണോണ്ട് കുഴപ്പമില്ല. സെയിം ഐഡിയ കുഴപ്പമില്ല. സ്നേഹ അതേ ഐഡിയ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അതേ ഐഡിയ ഡിഫറെൻറ്റ് മെത്തേഡായിട്ട്, അല്ലെങ്കിൽ വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം. കാരണം ആൽഗോറിതം വിഷ്വലൈസേഷൻ ഞാൻ ഗ്രൂപ്പിൽ റിപ്പീറ്റ് ചെയ്ത് കുറച്ച് പ്രാവശ്യം. അത് ഇപ്പോൾ കുറേ പേര് ഓൾമോസ്റ്റ് എല്ലാം ഗ്രാജുവേറ്റ്സ് എല്ലാവരും അത് ഇങ്ങനെ അവിടെ റെസ്യൂമിൽ ഉണ്ടാവും. ആൽഗോറിതം വിഷ്വലൈസേഷൻ അത് വളരെ വളരെ കൂടുതലാണ് ഇപ്പോ. ലിങ്ക്ഡിൻ നോക്കി കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വെക്കേണ്ട ഒരു സുഖമില്ലാത്ത കാര്യമായിരിക്കും റെസ്യൂമേല്. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ വെറുതെ റെസ്യൂമേൽ വെക്കാൻ പറ്റിയ പ്രൊജക്ട് അത് ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ചും കൂടി ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ടോപ്പിക് എടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഈ പ്രൊജക്ട് വളരെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആയിരിക്കും റെസ്യൂമേൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും കൂടി ആലോചിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ആൽഗോ വിഷ്വലൈസേഷൻ എടുത്തുകൊണ്ട് കുഴപ്പമില്ല, ഒരു പ്രൈമറി പ്രൊജക്ട് കൂടി ഉണ്ടാവണമെന്ന്. നിങ്ങളുടെ ഡിഫറൻസ് അല്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള ഐഡിയ ആണെങ്കിൽ അത് ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ ഫോർ ദിസ് പ്രോഗ്രാം ആൻഡ് ഫോർ യുവർ കരിയർ. ഓ സുദീപ്. ഹലോ ഹായ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, എൻ്റെ പേര് സുദീപ്. ഞാൻ S3CC ആണ്. ഞാനിപ്പോൾ ഇതിൽ പ്രോജക്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ചാറ്റ് ആപ്പാണ്. അതിൽ ഒരു ചെറിയ ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്താ റോൾസ് അസൈൻ ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ എനിക്ക് ബാക്ക് എൻഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ഭാഗമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത്രേ ഉള്ളൂ. താങ്ക് യു. വിപിൻ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ അപ്പോൾ ഞാൻ ഇതേപോലെ ചാറ്റ് ആപ്പ് തന്നെയാണ്. എൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ ആകെ 4 പേരേ ഉള്ളൂ ചാറ്റ് ആപ്പിൽ. അതിൽ ഞാൻ പ്രൊജക്ട് ഹെഡ് മീൻസ് മെയിൻറ്റെയിനർ ആണ്. അതുകൊണ്ട് തന്നെ പ്രൊജക്ട് ഹെഡ് കൂടി ആവാന്ന് പിന്നെ എന്താണ് ഫ്രണ്ട് എൻഡ് എൻ്റെ ഗ്രൂപ്പിൽ അതിലെന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ട്. ഓൾറെഡി ബൂട്ട് സ്ട്രാപ്പ് അത്യാവശ്യം അറിയാമെന്ന് പറഞ്ഞു. പിന്നെ ആംഗുലറായിട്ട് പരിചയമുള്ളത് കൊണ്ട് ഫ്രണ്ട് എൻഡ് അധികം ഇല്ലാത്തത് കൊണ്ടും പുള്ളിക്ക് ഫ്രണ്ട് എൻഡ് കൊടുത്ത് ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന മീൻസ് സോക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണേ. പിന്നെ എന്താണ് റിയാക്റ്റും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. റിയാക്ട് കുറച്ച് അറിയാം. പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിലും കയറി തലയിടുന്ന കൂട്ടത്തിലാണ്. മീൻസ് 9th പൈത്തൺ പഠിച്ചപ്പോൾ പൈത്തൺ ഭയങ്കര ഇഷ്ടമായി. പിന്നെ +2 എത്തിക്കഴിഞ്ഞപ്പോൾ അത് നേരെ C++ കയറി. പ്രോഗ്രാമിങ് അങ്ങനെയാണ് ഇഷ്ടമായി വന്നത്. പിന്നെ ഇതേപോലെ തന്നെ വെബ് ഡെവലപ്മെൻറ്റും ഈ പറഞ്ഞ പോലെ 10th കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. അന്ന് ഉണ്ടാക്കിയ ബേസാണ്. പിന്നെ ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. എല്ലാത്തിലും ചെയ്യും. പൈത്തൺ കുറച്ച് ചെയ്യും, കുറച്ച് C++ ചെയ്യും, കുറച്ച് ജാവാസ്ക്രിപ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഈ പ്രൊജക്റ്റ് എടുത്ത് ഒരെണ്ണത്തിൽ ജാവാസ്ക്രിപ്റ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത്. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. കുറെ പേര് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അനശ്വരയ്ക്ക് അല്ലെങ്കിൽ അഭിജിത്തിന് ആർക്കെങ്കിലും വല്ല ടിപ്സ് കൊടുക്കാനുണ്ടോ? പിന്നെ ഡൗട്ട്സ് ആർക്ക് വേണമെങ്കിൽ ചോദിക്കാം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു
ഒന്നും പാസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ പ്രൊജക്ട്സ് ഗിറ്റിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കുക, ഗിറ്റബിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് റിയൽ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ലിബർട്ടിയൊക്കെ പോലെ തന്നെ ഗൂഗിൾ സമ്മർ ഓഫ് കോളിൽ പങ്കെടുക്കുന്ന കുറേ പ്രൊജക്ട്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ റിയൽ ലൈഫിൽ ആൾക്കാർ യൂസ് ചെയ്യണ വലിയ യൂസർ ബേസ് ഉള്ള പ്രൊജക്ട്സ് ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യണോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ് വലിയ പ്രോഗ്രാമേഴ്സ് ആയിരിക്കും റിവ്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം നിങ്ങൾ കോഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഡിൻ്റെ ക്വാളിറ്റി കൂടി വരും. ഇപ്പോൾ ഞാനാണെങ്കിലും നമ്മൾ കുറച്ച് ലെവലായിട്ടുള്ളൂ, കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മുടെ കോഡ് റിവ്യൂ ചെയ്യുമ്പോൾ അവർ കുറേ തെറ്റുകളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബേസായിട്ട് കൺസിഡർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഓപ്പൺ സോഴ്സ് ശരിക്കുള്ള പ്രൊജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ പറയട്ടെ. ഇപ്പോ ബിബിൻ പറഞ്ഞില്ലേ എക്സ്പ്ലോർ അങ്ങനെ എല്ലാത്തിലും തലയിടണം. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. എന്നുവെച്ചാ നമ്മൾ കുറെ എക്സ്പ്ലോർ ചെയ്യണം. അത്രയുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പൊ എന്താ ചെയ്താണ് അല്ല അത്യാവശ്യ സംഭവം പഠിക്കുമ്പോ അതിനും ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ ഇപ്പൊ പൈത്തൺ മാത്രം അറിയുന്ന ഒരാൾക്ക് ആ ഒരു സ്കോപ്പിലുള്ള ജോബിനൊക്കെ നോക്കാൻ പറ്റും. ബാക്കിയുള്ള ഒന്നിനും എക്സ്പ്ലോർ ചെയ്യില്ല അങ്ങനെ വാശി പിടിച്ചിട്ടുള്ളവരുണ്ട്. അപ്പൊ ഓരോരോ സംഭവങ്ങളൊക്കെ അറിയണം. കുറെ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാ. ഓക്കെ. പിന്നെ സ്റ്റാർട്ടിങ് പ്രൊജക്ട് ഇപ്പൊ എക്സ്പീരിയൻസിൽ പറയണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ അത്യാവശ്യം തേർഡ് ഇയർ ലാസ്റ്റ് ഒക്കെ ആയിപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ പ്രൊജക്ട് ഒക്കെ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാന്നുള്ളത്. സെക്കൻഡ് ഇയർ തൊട്ടുള്ളവർക്കൊക്കെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ നോക്കാം. ഇത്രയൊക്കെ ഞാൻ പറയാൻ പറ്റി. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഡൗട്ടില്ല എന്ന് തോന്നണേ. മൈൻഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗിറ്ററിൽ ചോദിച്ചാൽ മതി. കറക്റ്റ്. ഓക്കെ, ശരി. താങ്ക് യു. ബൈ.